നമ്മൾ ഓരോ മനുഷ്യനും ഞാൻ എന്നെക്കുറിച്ചൊരു ഒരു IR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നിങ്ങളെക്കുറിച്ച് സിദ്ധാർത്ഥാണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു ഇമേജ് നിങ്ങൾക്കുണ്ട്. ഒരു ഇമേജ് ഉണ്ടാവില്ല, ഞാൻ ആര്, ഹു ആം ഐ എന്നുള്ളൊരു ഒരു ഇമേജ് നമുക്കുണ്ട്. അത് എൻ്റെ അറിവ്, എൻ്റെ പണം, എൻ്റെ സ്കില്ല്, എൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഈ കാര്യങ്ങളാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇമേജാണ്. ഈ ഇമേജിനനുസരിച്ച് മറ്റുള്ളവർ നമ്മളോട് പെരുമാറിയാൽ നമ്മൾ ഹാപ്പിയായി, ഇല്ലെങ്കിൽ അവിടെ ക്ലാഷ് തുടങ്ങി. ഇവിടെയാണ് ആത്മസംഘർഷം, ഇവിടെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ നമ്മളെക്കുറിച്ചൊരു ഇമേജ് ഉണ്ട്. ഈ ഇമേജിനനുസരിച്ചായിരിക്കണം എന്നില്ല ആളുകൾ നമ്മോട് പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സദസ്സിലും പോകുമ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അതിനനുസരിച്ചാണ് എൻ്റെ പെർഫോമൻസ് ഉള്ളത്. നിങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റൻസി, ഇതിനനുസരിച്ചാണ് എൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക, എൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവുക, എല്ലാം. അപ്പോൾ ഒരു വ്യക്തി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനങ്ങളെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ആളുകൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് അംഗീകാരം ഉണ്ടോ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സംഘടനയിൽ, എൻ്റെ പൊളിറ്റിക്സിൽ, എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് അംഗീകാരം ഉണ്ടോ, ഇല്ലേ? അപ്പോൾ ഞാനാകെ തകർന്നു പോയി.